ഒരു ഭാഗത്ത് ലിബറൽ ചിന്താഗതികളും സ്വവർഗരതിയും ഒക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുമെന്നറിയാല 78 കേസുകളാ പെണ്ണും കല്യാണം കഴിക്കാൻ ഹൈക്കോടതി കൊടുത്ത്. ചിന്തിക്കാൻ പറ്റുമോ മനുഷ്യര്? നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്നും 2 പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിച്ച് ഒളിച്ചോടി ചെയ്യുന്നതിന്റെ 2 ദിവസം മുൻപ്, അതിന്റെ ഓടുന്നതിന്റെ 2 ദിവസം മുൻപ് അതില് താമരശ്ശേരിയുള്ള പെൺകുട്ടീന്റെ അമ്മ എന്നെ കാണാൻ കോഴിക്കോട് വന്നിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഉമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വഴി പഴച്ചു പോകാനുള്ള ഒരു വഴി എന്റെ മക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല ഉസ്താദേ. കാരണം എന്റെ പിയാപ്പ എന്ന് പറഞ്ഞ പടച്ചോനെ സ്നേഹിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാ. എന്റെ മോക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുത്തൊരു വാപ്പയാ. എന്റെ മോളെ ഞാൻ പ്രാണനെ പോലെ ഓളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയാണ്. എന്നിട്ടും എന്റെ മോള് കൂടെ പഠിക്കുന്ന മുടി മുറിച്ച് സ്വയം ആണെന്ന് പറയുന്ന പെണ്ണിന്റെ കൂടെ പോയപ്പോ അമ്മക്ക് സഹിക്കുന്നില്ല. ഞാൻ ഇവിടെ പറയുന്നത് അമ്മ അനുഭവിച്ച വേദനയെ പറ്റി മാത്രമല്ല, അങ്ങനെ രഹസ്യമായിട്ട് നമ്മളെ മക്കളെ പലരും സ്വാധീനിക്കുന്നുണ്ട്. കോഴിക്കോട് ഞാൻ കുത്തുബ പറയുന്ന ഷാദുലി പള്ളിയിൽ വെച്ചിട്ട് ഒരിക്കലും ഞങ്ങളൊരു ടീനേജ് ക്ലാസ്സുകാർക്കൊരു ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തൊട്ടു പിൻപിലുള്ള ഒരു സഹോദരിയാണ് സംഘടിപ്പിച്ച് അവരുടെ കീഴില്. ആ സംഘടിപ്പിച്ച സമയത്ത് അവരൊരു കൗൺസിലിംഗ് അഥവാ രഹസ്യമായിട്ടൊരു കൗൺസിലിംഗ് നടത്തിയപ്പോ ഭയപ്പെടുത്തുന്ന ചിന്തകളാ മക്കളെ മനസ്സിലുണ്ട്. കാരണം പെൺകുട്ടികൾക്കൊക്കെ തോന്നി പ്രസവിക്കുക, മക്കളുണ്ടാക്കുക, പിന്നീട് അങ്ങനെ ജീവിക്കുക, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സ്വയം സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുക, അതിലേക്ക് അവരെത്തിപ്പെടാനുള്ള പിന്തുണയും ചിന്തയും ഇന്നത്തെ മീഡിയ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനാണ് ലിബറലിസം എന്ന് പറയുക. അവരാദ്യം കുത്തിവെച്ചത് എന്താണെന്നറിയോ? പെൺകുട്ടികളെ മനസ്സിലേക്ക്, പെൺകുട്ടികളെ നിങ്ങൾ ആൺകുട്ടികളെ മാതിരി ആവണം. അപ്പൊ പെൺകുട്ടിയൊക്കെ തോന്നി തരക്കേടില്ലല്ലോ, ഓനെന്തു സുഖ, നട്ടപ്പാതിരക്ക് നടക്ക, പാൻറ് ഉടുക്ക, ഓൻ ഏത് ഒറ്റക്ക് സിനിമക്ക് പോകാം, ഒറ്റക്കറിയാം. ഞങ്ങൾ ആരെങ്കിലും ഒന്ന് റോട്ടുമക്കൂടെ പോയാൽ ചോദ്യം എട്ടാടി, ഓൻ ഒറ്റക്ക് 2 ആൾക്ക് ബൈക്കുമക്കേറ. ഈ ലിബറൽ ചിന്താഗതി നിങ്ങളെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ട് നിങ്ങളോട് പറയാ, അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ആണുങ്ങളെ മാതിരി ജീവിക്കണം. ഞാൻ എന്റെ മക്കളോടാ പറയണത്. അപ്പൊ നിങ്ങൾക്കും തോന്നുക, എന്നാ പിന്നെ ആണാണല്ലോ, അപ്പൊ ആണാനെന്താ മാർഗം? ആണിന്റെ പാൻറ് ഉടുക്കണം, ജെൻഡർ ന്യൂട്രാലിറ്റി. അപ്പൊ നിങ്ങൾക്കും തോന്നി വേണം, ഞാക്കും വേണം പാൻറും കുപ്പായവും. രണ്ടാമതോൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ തമ്മിൽ തന്നെ നിങ്ങളുടെ സൗകര്യം നോക്കി ജീവിക്കണം. ഇതൊരേ പ്രോസസ്സിംഗ്. ശരിക്ക് കേൾക്കണം കേട്ടോ, ഒരേ പ്രോസസ്സിംഗ് ആണ് എന്ന് പറഞ്ഞാൽ പെണ്ണ് പെണ്ണിനെ കെട്ടിയാലും ആണിനെ കെട്ടിയാലും പ്രത്യേകിച്ച് പിന്നീട് ലൈംഗിക ബന്ധത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാ. കുറച്ച് കാലം കഴിയുമ്പോൾ മടുക്കും, കാരണം ഒരേ പ്രോസസ്സിംഗ്. അങ്ങനെ മടുക്കുന്ന അവസരത്തിലാണ് പടച്ചോൻ പറഞ്ഞത് വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. പിന്നെ നിങ്ങൾ ജീവിക്കേണ്ടത് കുടുംബത്തിന്റെ മനോഹരത്തിന് വേണ്ടിയാവണം. കാരണം ഭാര്യ ഭർത്താക്കന്മാർ ആദ്യത്തെ ഒരു കൊല്ലത്തൊക്കെ ജീവിതം എപ്പോഴും കുത്തിരിക്കുന്ന അമ്മാരെ മനസ്സിലുണ്ടാവും, എന്തോ ഒരു രസമായിരുന്നു, മൂപ്പര് വരാനും നേരത്തെ വരും, കൊണ്ടു കിടക്കാനൊക്കെ എന്തൊരു പൂതിയായിരുന്നു, പന്തിമ പോകുമ്പോൾ എന്നോട് കൈ പിടിച്ചിന്റെ വയറ്റും ഇങ്ങനെ കിട്ടിയിട്ട് പറയും ഇവിടെ പിടിച്ചാൽ മതി എന്ന് നോക്കാം. ഇപ്പൊ നടുവിലൊന്നും അതിന്റെ ബാക്കിലൊന്നും, അതിന്റെ ബാക്കിൽ മൂപ്പര് കമ്പിമലും ഉണ്ടാവും. എന്നാലും അതിനൊരു രസമല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? പിന്നെ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയി ഇനി ജീവിക്കുന്നത് മക്കളും ആ മക്കളുടെ സന്തോഷവും അതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിന്റെ ഒരു സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുക. ആ സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ പോവുക. ഒരു നിരാശല്ല, മടുപ്പുമില്ല, വെറുപ്പുമില്ല. പാപ്പനങ്ങൾ നോക്കി, തുടക്കത്തിൽ നല്ല സ്നേഹമായിരുന്നു, മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളായപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് നല്ലോണം അധ്വാനിച്ച് നീക്കിയിരിപ്പൊക്കെ വേണം. ആദ്യത്തെ 2 പെൺകുട്ടികളാണ്, അയാൾ ഒന്നും കൂടി അങ്ങോട്ടൊന്ന് പിടിച്ചു നിൽക്കും. പിന്നെ അയാളുടെ ജീവിതം ആ ഒരു മനോഹരമായ രീതിയിലാണ്. നാളെ ലിബറൽ ചിന്താഗതിക്കാർക്ക് നഷ്ടപ്പെടുന്നത് ആ ബന്ധമാണ്. കാരണം പെണ്ണും കല്യാണം കഴിച്ചാൽ മക്കളുണ്ടാവില്ല, ആണും കെട്ടിയാലും മക്കളുണ്ടാവില്ല. അതോടുകൂടി ഒരു നിങ്ങളോട് പറയും പിന്നെ ജീവിതത്തിന്റെ സമാധാനം എന്തിലാ? കുത്തിവെക്കുന്ന കഞ്ചാവിലും നാവിനടി തിരികുന്നതിലുമാണ്. അങ്ങനെയാണ് ഈ മക്കൾ പലപ്പോഴും നശിച്ചു പോകുന്നത്. ഈ കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിച്ച് പൂസായി റോട്ടുമ്മ കിടന്ന് പെൺകുട്ടികളാണ്. ഇത് ചെറിയ കളിയല്ല, അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുക നമ്മളെ മക്കളെ. ഇത് കേട്ട് ചിരിക്കേണ്ടതുമല്ല, ആരാന്റെ കുടുംബം നോക്കിയ അത്ഭുതപ്പെടേണ്ടതുമല്ല. നാളെ നിങ്ങളെ മക്കൾ ഈ അവസ്ഥയിലേക്ക് എത്തും. അത്രക്ക് ഭയാനകമായിട്ടാണ് നമ്മളെ മക്കളെ അവർ സ്വാധീനിക്കുന്നത്. കലാലയ വിദ്യാലയ സ്ഥാപനങ്ങളിൽ പോലും ജെൻഡർ ന്യൂട്രാലിയേക്കാൾ ഈക്വാലിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പെണ്ണിന്റെ അടുത്ത് ആൺകുട്ടീനെ ഇരുത്തി പഠിപ്പിക്കാൻ സർക്കുലർ ഇറക്കിയില്ലേ? അതുകൊണ്ട് രക്ഷിതാക്കളോട് നമ്മളെ മക്കൾക്ക് നമ്മളെ ഉള്ളൂ. അവര് നശിച്ചാൽ പറയാൻ 100,000 ആൾക്കാരുണ്ടാവും. ഓൽക്കതൊരു കഥ മാത്ര. ഞാൻ എന്റെ ഭാര്യനോട് ഇടക്കിടക്ക് പറയുന്നു, നിന്റെ പെങ്ങന്മാരോട് പറയാ, നിന്റെ ഭാര്യമാരോട് പറയും പോലെ നിങ്ങളോട് പറയുന്നത് അതേ കൊലത്ത് പറയാ. നിന്റെ മോള് നശിച്ചാലേ അയൽപ്പക്കത്തെ ആളുകൾക്കും കേട്ടിക്കുന്നവർക്കൊക്കെ അതൊരു കഥ മാത്ര, അതൊരു രസം മാത്ര. എന്നെ വെറുക്കുന്നവർക്ക് അതൊരു രസ.
എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു കഥയും ഒരത്ഭുതവും മാത്ര. അൻസാറിന്റെ മോളോ എന്ന് ചോദിക്കേണ്ട ഒരു അത്ഭുതം. വേറെ ചിലർക്ക് നന്നായിക്ക് നാടോട്ടക്ക് പ്രസംഗിച്ചിറന്നിട്ടല്ലേ ഓനെ കിട്ടണം എന്നും പറയുന്നവരുണ്ടാവും. ഞാൻ ഓളോട് പറഞ്ഞു, നശിക്കുന്ന എനിക്കും എനക്കുവാ നശിക്കുന്നത്. ആ ബോധന്മാരെ ഇങ്ങക്ക് ഉണ്ടാവണം, നിങ്ങളെ മക്കളെ തൊട്ട്, നിന്റെ മക്കളെ തൊട്ട്. പക്ഷെ അവിടെ എന്തു വേണം? അവനവന്റെ മക്കളുടെ പോക്കും വരവും ചിന്തയും അവരുടെ ഓരോ സെക്കൻഡും തിരിച്ചറിയാൻ പറ്റുന്ന, അവർക്ക് കാവലാകുന്ന മാതാപിതാക്കളാവണം. നമ്മളെ മക്കളെ 100% വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. 90% വിശ്വസിച്ചാലും ഒരു 10% എപ്പോഴും നമ്മളോട് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവരെ മനസ്സിലുണ്ടാകും എന്ന് ചിന്തിക്കണം. അതുണ്ടാവും, പക്ഷെ എന്നത് അംഗീകരിക്കൂല ചില മാതാപിതാക്കൾ. അതാ പ്രശ്നം. ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട്, 2 മക്കൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോ അതിൽ ഒരു കുട്ടീനെ ഒരു ചങ്ങായി കാത്തിക്കുന്നുണ്ട്. ഓന്റെ പെരവള് വർത്താനം പറയുന്നുണ്ട്. അപ്പൊ ഇത് കൂടെ പോകുന്ന പെണ്ണ് ഓളമ്മനോട് പോയി പറഞ്ഞു, അമ്മേ എന്റെ കൂടെ വരുന്ന ഇന്നോളെ ഒരു ചങ്ങായി കാത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കൂടെയുള്ള കുട്ടീന്റെ അമ്മ എന്താ നല്ലത് വിചാരിക്കുക? ആ കുട്ടീന്റെ അമ്മനെ ഒന്ന് അറിയിക്കട്ടെ. നേരെ ആ കുട്ടീന്റെ അമ്മനെ അങ്ങനെ വിളിച്ചിട്ട് പറയും, നിങ്ങളെ മോളെ ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ മോള് പറയുന്നത്, നിങ്ങളെ മോളെങ്ങനെ കാത്തിക്കാൻ ഒരുത്തം ബൈക്കുമായിട്ട് കുളിക്കൽ സൈഡിലുണ്ട് നിൽക്കുന്നുണ്ട്. ആ ബസ് ആടെത്തുമ്പോൾ ഓൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 4 ദിവസം വാപ്പാനോട് ഓളെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ചെന്നിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആങ്ങളെ ഒന്ന് ചെന്നിക്കാൻ പറയണേന്ന് അറിയുമ്പം ഈ ഉമ്മ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് വാപ്പാനെ വിളിച്ചറിയ എന്തെങ്കിലും അറിയോ? ഇത് കേൾക്കേണ്ട ഒരു രസം. ഓള് നമ്മളെ മോളെ പറ്റി കുറ്റം പറയാ, ഓളെ മോളെ നന്നാക്കട്ടെ. നിന്റെ മക്കൾ അങ്ങനത്തെ മക്കളല്ല. ഇങ്ങനെയല്ല പറയണ്ട്. നിന്റെ മക്കളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റിന്റെ മക്കൾ ആഹറോ ദുനിയാവും നശിപ്പിക്കെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണം. അത് പടച്ചോൻ കാണിച്ചിരുന്ന ഒരു വഴിയാന്ന് ചിന്തിക്കണം. അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. മക്കളെ കൂടെ ഇരിക്കണം, അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം. ഒരു വാപ്പന്റെയും ഉമ്മന്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധം പോലും മക്കളെ മനസ്സിനെ പാകപ്പെടുത്തുന്നുണ്ട് എന്നാ. അതുകൊണ്ടാ അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു സൈക്കോളജി നോക്കിങ്ങള്, ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തു വരണം. കാരണം പുറത്ത് നിങ്ങൾ കാണിക്കുന്ന ആ പ്രശ്നം പോലും നിങ്ങളെ മക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. വലിയ മക്കളാണെങ്കിലും സ്വാധീനിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ ഹൈസക്ക് പങ്കെടുത്ത് അതിന്റെ പിൻഭാഗത്ത് നെഞ്ചു പൊട്ടിക്കരഞ്ഞ 15ഓളം പെൺകുട്ടികൾക്ക് 17 വയസ്സിന്റെ മേലെയാ പ്രായം. 17 പെൺമക്കളും പറഞ്ഞത് എന്താണെന്നറിയോ? വാപ്പയമ്മയും നല്ലോണം ജീവിക്കുന്നില്ല എന്നാ. പല രാത്രിയും വാപ്പയമ്മയും തമ്മിലുള്ള തെറിയും പിണക്കും കേട്ട് മടുത്തിട്ടുണ്ട് ഉസ്താദേ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തേച്ച് വരണം, ഒരു രാത്രി നിങ്ങൾ കടത്തരുത്. ഇമാം ഗസാലി പറയുന്ന ഒരു കഥ ഉണ്ട്. ഒരു ഭാര്യ ഭർത്താവിനെ അങ്ങനെ ചീത്ത പറയാ, ഒരു ഭർത്താവ് ഭാര്യനെ. ഇത് കേട്ടപ്പം ഇമാം ഗസാലി ചോദിച്ച ആ ഭാര്യനോട്, അയാൾ ചീത്ത പറയുമ്പോൾ എനിക്ക് തിരിച്ച് അങ്ങോട്ട് കുറച്ച് എനിക്കും പറഞ്ഞൂടെ? അപ്പൊ ആ പെണ്ണ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനും തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ അത് ഞങ്ങൾ ജയിക്കാനുള്ള ഒരു വർത്താനായി മാറും. പിന്നെ അങ്ങനെയല്ലേ ഉണ്ടായാല്? 1 അറിയും, നമ്മൾ 2 അറിയും, 3 അറിയും, നമ്മൾ 4 അറിയും. അപ്പൊ അവളോട് പറഞ്ഞാ പിന്നെ എനിക്ക് അകത്തേക്ക് അങ്ങ് പോയിക്കൂടെ കേൾക്കാണ്ട്? അപ്പോൾ പറഞ്ഞു, അതിന്റെ ഭർത്താവിന്റെ മുഖത്ത് തല്ലുന്നതിന് അയാളിന്റെ കൈ പിടിച്ചപ്പോഴാണ് എനിക്കൊരു ജീവിതം ഉണ്ടായത്. അല്ലേ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കല്യാണം കഴിയാത്ത ഒരു 40 വയസ്സുകാരിനോട് ചോദിച്ചു നോക്കി, ഒക്കെ ജീവിതത്തിന് ഒരു അർത്ഥമല്ല. നിങ്ങൾക്കൊരർത്ഥം ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? ഒരാണുങ്ങളെ കൈ വന്ന് പിടിച്ചപ്പോഴാ. നാട്ടുകാർ നിങ്ങളെ മാംസത്തിന് വില പറയാത്ത എന്താണെന്നറിയോ? എന്റെ ആണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാ. നീ തോറ്റു എന്ന് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? എന്റെ കെട്ടിയോ മരിക്കുമ്പോഴാ. അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും, ഭർത്താവ് മരിച്ചുപോയ ഒരു ഭാര്യമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ജീവിച്ചിരിക്കുമ്പോൾ അയാളെ വില എത്രയാന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അയാൾ ഇല്ലാണ്ട് അറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ തന്നെയാ തിരിച്ചു ഭർത്താക്കന്മാരും. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു കഥ പറഞ്ഞിട്ടില്ലേ? ഭാര്യ മരിച്ചപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം എന്താ? 40 വയസ്സ് കഴിഞ്ഞ മുതൽ 30 കട്ടിന്റെ ചോട്ടിലും 30 കട്ടുമലുവാ. അപ്പൊ അങ്ങനെയൊക്കെയാ നിയമം. മക്കളെ കെട്ടിച്ചാ പിന്നെ 30 കട്ടുമലും 30 നിലത്ത് പായില്. മരിക്കുന്നവരെ സ്നേഹിച്ച് ജീവിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ. 85 വയസ്സുള്ള ഒരു ഭർത്താവിനെ പരിചരിക്കുന്നത് 83 വയസ്സുള്ള ഭാര്യ. വിറയ്ക്കുന്ന കയ്യോടെ കഞ്ഞി കോരിക്കൊടുക്കുമ്പം ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ആയ കാലത്ത് സ്നേഹിച്ച സ്നേഹം ആവാത്ത കാലത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് മനോഹരം ഉണ്ടാകുക. ഞാനിപ്പം കിതച്ചോണ്ട് ഓടുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ, നാളെ ഞാൻ കിടന്നു പോകുന്നൊരു സമയത്തോളം എനിക്ക് കഞ്ഞി വാരി തരുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ്. അതാഗ്രഹിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും, അത്രക്ക് അധ്വാനിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും. ഓരോ പണിക്കും അതിൻ്റെതായ വേദനകളും ഉണ്ട്. അതുകൊണ്ട് ഇമാം ഗസാലി ചോദിക്കുക, എന്നാ പിന്നെ എനിക്ക് അകത്തേക്ക് പോയാൽ അത് അയാളെ തോൽപ്പിക്കുന്നതിന് സമാവും. ഉടനെ തന്നെ എന്നാ അയാൾ തിരിച്ചു ചോദിക്കും, ഇമാം ഗസാലി അങ്ങനെയാണെങ്കിൽ ഒരു രാത്രി എനിക്ക് മാറിക്കിടന്നൂടെ? അത് കേട്ടപ്പോ ആ പെണ്ണ് പറയുന്നത് എന്താണെന്നറിയോ? ഒരു ദിവസം മാറിക്കിടന്ന
പിന്നെ 2 ദിവസം മാറിക്കിടക്കാനുള്ള തോന്നലുണ്ടായാൽ അത് പ്രശ്നമാവൂല. എന്നാൽ പിന്നെയും തോന്നും, ഒരു ദിവസം മാറിക്കിടന്ന നോളില്ലാണ്ട് കിടന്നില്ലേ, നാളെയും കിടക്കുന്നതിനെന്താ എന്ന് തോന്നും. ഞാനില്ലാതെ ഒരു രാത്രി പോലും കിടക്കാൻ പറ്റൂല എന്നോ അയാൾക്ക് തോന്നണം. ഇന്ന് അതാണ് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാണ്ടിരിക്കുന്നതും. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ പടച്ചോൻ തരുന്നൊരു പളുങ്ക. അത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടടക്കാൻ ഒരു പൈസ ചെലവുമില്ല, ഒരു ചെലവുമില്ല മനുഷ്യരെ. ഒരു മനസ്സ് തുറന്ന് കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി, അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്താൽ മതി. അള്ളാഹുവിന്റെ റസൂൽ ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് എങ്ങോട്ടും ദൂരത്തേക്കൊന്നും പോകണ്ട, ഒരുമിച്ച് എവിടെങ്കിലും ചെന്നിരുന്ന് നമ്മൾ പറയാറുണ്ട്, കുടുംബത്തിൽ എന്തൊക്കെയോ ഓനോളും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നല്ലോണം അങ്ങോട്ട് തല്ലി പിറ്റേന്ന് രാവിലെ അവൻ പോകുമ്പോൾ വിളിച്ചറിയാം നമുക്കൊന്ന് പുറത്തുപോയി ഫുഡ് കഴിക്കാനിട്ടോ. എന്നിട്ട് പുളിക്കൽ അങ്ങാടിയിൽ വന്നിട്ടുള്ള നല്ലൊരു മന്തി ഓർഡർ ചെയ്തിട്ട് ഓനും മുഖത്ത് നോക്കുന്ന അവളും നോക്കുന്നില്ല. മക്കളാവട്ടെ ഇതെന്താ ഇപ്പൊ സംഭവം എന്നുള്ള ബേജാർ റോലി ഇരുന്നിട്ട് വാരി തിന്ന് പോരുന്നതല്ല ജീവിതം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൈമ കിട്ടുന്ന ഒരു 10 ഉറുപ്പ്യ കൊണ്ട് മക്കളെയും കൂട്ടി റോട്ടുമക്കിറങ്ങി ഒരു ചായയും കുടിച്ചിട്ടില്ലേ, ഒരു കാലിച്ചായ ഒരു ചായയും കുടിച്ചിറങ്ങി പോരുമ്പോഴൊക്കെ വലിയ സന്തോഷാ. ഞാൻ പറയാറുണ്ട്, എന്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും, ഇടക്കിടക്കോളോട് ഞാൻ പറയും, ഒന്ന് അങ്ങാടിയിൽ ഞാനിങ്ങനെ തിരക്കിലാവുമ്പോൾ ഇങ്ങി പോയി ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ. വാങ്ങി തിരിച്ച് പുരയിലെത്തുമ്പോൾ ഞാൻ ഫോൺ വിളിച്ച് നോക്കും, അല്ലേ ഇങ്ങി ചായ അടിച്ചോ? ഇല്ല. എന്തേ എനിക്ക് റോട്ടിന്റെ സൈഡിൽ നിന്ന് ചായ അടിച്ചൂടായിനോ? തോന്നൂല. അത് ഈ പെണ്ണുങ്ങൾക്ക് തോന്നൂല. അതൊരിതാ, റോട്ടിന്റെ സൈഡിലൊക്കെ ഒന്ന് കയറി ഒരു ഹോട്ടലിലൊക്കെ കയറി, അല്ലെ ഒരു ചെറിയ ചായ മക്കാനി കയറി ഒരു 10 ഉറുപ്പ്യന്റെ ചായ ഒരു 5 ഉറുപ്പ്യന്റെ കായപ്പൊക്കെ അങ്ങനെ ചില്ലും കൂട്ട് കാണുമ്പോൾ അങ്ങനെ പൂതിയായിട്ടേക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ അങ്ങ് പുരക്ക് പോയിട്ടും ഉണ്ടാവും. എന്നാൽ ഭർത്താവിന്റെ കൂടെ പോയി മൂപ്പര് ഓർഡർ ചെയ്യുന്നതൊക്കെ തന്നെയാണെങ്കിൽ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഞാൻ എൻ്റെ പെണ്ണിന്റെ മുഖത്ത് കണ്ടതുകൊണ്ട് നിങ്ങളോടും പറയാം. പിയാപ്പിളാര് വേക്കൽ കുറച്ചാളുണ്ട്, അതുകൊണ്ട് പറയാ. അധിക ചെലവൊന്നുമില്ല, അതൊക്കെ ഒരു മനോഹര, അതൊക്കെ ഒരു സന്തോഷ. ഓളൊറ്റക്ക് പോകുമ്പോൾ ഒരു പഫ്സിനെ ആദ്യം ചിന്തിക്കുന്ന അറിയോ, എല്ലാവർക്കും ചെറിയ പഫ്സ് ഏതായിരിക്കും നയിക്കും. എന്താ പഠിച്ചോനെ വല്യേനങ്ങാൻ 25 ഉറുപ്പ്യാണ്, 25 12 ചായ 30 പോയി കഥ. അതേ സ്ഥാനത്ത് പിയാപ്പിളണ്ട് എന്ത് ചെയ്യും, മൂപ്പര് പറയാം എന്താ വേണ്ടിയ പഫ്സ്, ഒരു പഫ്സ് കൊടുക്കി, അതൊന്നും പോക്കൻ്റെ ഒരു സമാധാനമായിരിക്കും. പൈസന്റെ അല്ല, എന്നാലും മൂപ്പര് വാങ്ങിത്തരും. ഇതൊക്കെയാ മനുഷ്യരെ ജീവിതം. ഇതൊന്നും ഇല്ലാണ്ട് ദുനിയാവിൽ ഇങ്ങനെ ഉള്ള സിനിമയും കണ്ട് സീരിയലും കണ്ട് നിങ്ങൾ ഓനെ കണ്ടുപഠിക്ക്, ഇനി ഓളെ കണ്ടുപഠിക്ക് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തി തിന്ന് കുടിച്ച് ആർക്കോ വേണ്ടി കിടന്നുറങ്ങുക. അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് ഓൻ പള്ളി കുത്തിരുന്ന് ആലോചിക്കുക, ഞാൻ ഓളെ സ്നേഹിച്ചിരുന്നു, ഞാൻ ഓക്കൊരു നല്ല ദിവസം കൊടുത്തിരുന്നു, ഞാൻ ഓളെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിച്ചിരുന്നോ. ഇനി ഓൻ മരിച്ചാ ഓള് ആലോചിക്കുക, വാപ്പക്ക് ഞാൻ നല്ലൊരു സ്വൈര്യം കൊടുത്തീനോ, അയാളെ ഞാൻ നല്ലോണം സ്നേഹിച്ചിരുന്നോ. പിന്നെ ആ ഉരുകലും സങ്കടവുമായിട്ട് നമ്മളും അങ്ങ് പോകും. ജീവിച്ചില്ല. കിട്ടുന്നത് 10 ദിവസമാണെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതാ റബ്ബ് പറഞ്ഞതും, മക്കളെ നിങ്ങൾ രക്ഷിതാക്കൾക്ക് കാവലാകണം, മാതാപിതാക്കളെ മക്കൾക്ക് നിങ്ങൾ രക്ഷയാവണം. ഇത് രണ്ടും മുൻനിർത്തി ആഹ്റവും സ്വപ്നം കണ്ട മടക്കം ഏറ്റവും സമാധാനത്തോടെയാകും. ആ ഒരു തിരിച്ചറിവിനാകട്ടെ ഈ ഒരു കൂട്ടായ്മ എന്നോർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.